അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുക്കളയുടെ മൂലക്കൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന മുഹ്സിന, സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന പുതിയ മരുമകളും റഷീദ ഉമ്മയും, സങ്കടം സഹിക്കാൻ കഴിയാതെ കോലായിലേക്ക് പോയിരിക്കുന്ന പിതാവ്, ഇതൊന്നും അറിയാതെ ഉറങ്ങുന്ന സിനാന്. ഇതാണ് ആ വീട്ടിലെ കാഴ്ചകൾ. നീ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച ഉമ്മ, പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. അല്ലെങ്കിലും അവൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, സിനു ഇല്ലാതെ. സിനു എന്തായാലും ഉണരട്ടെ, എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നും അവൾ തീരുമാനിക്കുന്നു. എന്നാൽ പിതാവ് അവളുടെ അടുക്കലേക്ക് എത്തിയിട്ട് പറയുന്നു, മോളെന്താ ഭക്ഷണം കഴിക്കാതെ? ഉപ്പ ഒന്നുമില്ല, സിനു വരട്ടെ എന്നിട്ടാക്കാം. സിന, ഉമ്മയുടെ വിളി. ആ എന്താ ഉമ്മ? ദാ ഈ ചായയിൽ കുറച്ചും കൂടെ ഒന്ന് മധുരട്ടാ, നിന്ന് തീരെ ഒരു മധുരം കുറവ്. ഉമ്മ, നിങ്ങൾക്ക് ഷുഗർ അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചതാണ്. ഷുഗർ? എനിക്ക് ഷുഗർ ആണെങ്കിൽ ഓൾക്കും അതേ മധുരം തന്നെയാണ് ഇട്ടിക്കണത്. ആ ആണോ? സോറി, ഞാൻ ഇട്ട് തരാം. അവൾ പഞ്ചസാര പാത്രവുമായി നേരെ അത് ഷാഹിനിയുടെ അടുക്കിലേക്ക്. എനിക്ക് വേണ്ട, എനിക്ക് ഈ മധുരം തന്നെ മതി. ഉമ്മാക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്ക്. മരുമകളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അപ്പം ഈയല്ല പറഞ്ഞത് മധുരല്ലാന്നേ എന്ന് കരുതി പഞ്ചസാര ഇഷ്ടം പോലെ വാരി തിന്നിട്ട് എന്താ പെട്ടെന്ന് തട്ടിപ്പോവാനാണോ? ഹേയ്, ആ ആഗ്രഹം എനിക്കില്ല. കുറച്ചു കാലം കൂടെയൊക്കെ ജീവിക്കണം. മരുമകളുടെ ആ ഒരു തമാശ കലർന്ന സ്വഭാവം, ആ ഒരു വർത്താനം തീരെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒക്കെ കണക്കന്നെ. മുഹ്സിന, അല്ല എന്നാ ഈ പാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടേക്കോ. ഒരു ഗ്ലാസ്സോ പാത്രമോ നീക്കി വെക്കാതെയായിരുന്നു അവർ അവിടെ നിന്ന് എഴുന്നേറ്റത്. പിന്നെ ഇന്ന് കല്യാണമുള്ള ദിവസമാണ്. എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിരിക്കണം, 2 മരുക്കളെയും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണം പ്രത്യേകം. അതുകൊണ്ട് തന്നെ വേഗം മാറ്റി ഒരുങ്ങിക്കോളി. അതിന് മുമ്പ് മുഹ്സിന പണിയൊക്കെ കണ്ട് പെട്ടെന്ന് കഴിച്ചാലട്ടാ. പാത്രമൊക്കെ നല്ല പുറത്തേക്ക് വെച്ച് നല്ലോന്നൊന്ന് മോറിക്കാളാം. പിന്നെ മിറ്റമൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരിക്കാണ്ടേ അകടിച്ചൊരു തുടച്ചൊന്ന് വെച്ചുണ്ടാക്കൊന്നും വേണ്ടല്ലോ. എല്ലാവരും കല്യാണത്തിന് പോണോലായതുകൊണ്ട് ഇനിയിപ്പോൾ വെക്കാനും വിളമ്പാനും ഇപ്പോൾ നിൽക്കണ്ട. അതുകൊണ്ട് വേഗം ഒന്ന് പണി കഴിച്ചാളാം. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അവൾ ചായ പോലും കുടിക്കാതെ പെട്ടെന്ന് അവർ കഴിച്ച പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയി വെച്ച് അതാ കഴുകിയെടുക്കുന്നു. പഠിച്ചോനെ, സിനുവിന് വിശക്കണില്ലാവോ? എൻ്റെ വിശന്ന് വയറ് കാളുന്നു. ഇനിയിപ്പോൾ സിനു എണീറ്റിട്ട് കഴിക്കാമെന്ന് കരുതി. പാത്രം കഴുകൽ കഴിഞ്ഞ് അവൾ അകത്തെത്തി. സിനുവിൻ്റെ റൂമിൽ നിന്ന് പോയി വിളിച്ചു നോക്കാം. എന്താന്നാവും, മനുഷ്യന്മാരെ കാര്യമല്ലേ റബ്ബേ. സമയം എത്രയായി? ഏകദേശം 9 മണിയായി തുടങ്ങി. അവളതാ കോണിപ്പടികൾ കയറിക്കൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ മുഹ്സിന, താഴെ നിന്ന് ഒരു വിളി. അവൾ ഞെട്ടിത്തെറിച്ചു പോയി. ആ എന്തോ ഉമ്മ? എങ്ങോട്ടയ്യേ? എനിക്ക് നാണുമാനില്ലേ? എന്താ? ഞാൻ സിനുവിനെ വിളിക്കാൻ സമയം 9 മണിയായില്ലേ? ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. ഇന്നലെ നേരം വൈകി വന്നപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ടൈം കല്യാണത്തിന് പോകേണ്ടതല്ലേ? ആ അതെ, ഓനെ വിളിക്കാനൊക്കെ ഞാൻ ഒരാൾ മേലാക്കിക്കണ്. എൻ്റെ ഡ്യൂട്ടി താഴത്തുള്ളതാണെന്ന് എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞേക്കണ്. എന്നോട് ഞാൻ പറഞ്ഞേക്കണില്ലേ അങ്ങോട്ടേക്ക് കയറി പോരുതെന്ന്? എന്തിനാ അങ്ങോട്ട് കയറി പോണത്? താഴേക്ക് വാ. അതെ, സിനാനെ വിളിക്കാൻ അവിടെ ഒരുത്തിയുണ്ട്. ഇജ്ജ് പോയിട്ട് മെയിനാണ്ട് ആവശ്യമില്ല. ഇങ്ങോട്ട് താഴത്തേക്ക് പോന്നാൽ പോയി മുറ്റടിച്ചു വരിക. ചമ്മൽ കണ്ടില്ല, ആകെ നിറഞ്ഞു കിടക്കണ പെരൻ്റെ ചുറ്റുഭാഗത്ത് ഈ ഉണക്കച്ചമ്മലാണ്. ഉള്ള മരത്തുമെന്നുള്ള ഇല മുഴുവനും എനിക്കെന്താ 2 നേരമൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരിയാലേ? ആദ്യം ആ പണിയൊക്കെ എനിക്കുണ്ടായിരുന്നല്ലോ. വൈകുന്നേരം ഒന്നും കൂടി അടിച്ചു തരാഞ്ഞാൽ അങ്ങനെ ശരിയാവുമോ? അമ്മട്ട പെര കാട് മൂടി കിടക്കണ ഒരു മനുഷ്യൻ കയറി വന്നാൽ എന്താ കാട്ടുക? ഈ പെര എന്ത് വൃത്തിയും എടുപ്പില്ലാന്ന് വിചാരിക്കൂലേ? ഉമ്മ, നല്ല രീതിയിൽ ഞാൻ അടിച്ചു വരിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല കുഴയുന്ന കാലമായതുകൊണ്ട് അതൊക്കെ പിന്നെ അപ്പം അടിച്ചു വരണേ, അല്ലാതെ ഫുള്ള് വീണിട്ട് എടുക്കാമെന്ന് വിചാരിക്കരുത്. ഒക്കെ അപ്പക്കപ്പാണ് അടിച്ചു വരി വൃത്തിയാക്കണം. അങ്ങനെ വേണ്ടിയത്. ഈ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാ. അതെ, സിനാനെ വിളിക്കാനും ഓനെ വിളിച്ചുണർത്താനൊക്കെ ഓനക്ക് അവിടെ വേറെ ആളുണ്ട്. മേലക്ക് ഇജ്ജ് പോകേണ്ട ഒരു ആവശ്യമില്ല. മേലക്ക് കയറരുത് എന്നോട് പറഞ്ഞിട്ട് ചെന്താ പറഞ്ഞത് കേൾക്കാതെ കയറിപ്പോരുന്നത്? അവൾ പെട്ടെന്ന് തന്നെ പേടിയോടെ താഴോട്ടിറങ്ങി 2-3 സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ. ഉമ്മ, സിനുവിന് വിശക്കുണ്ടാവും. അതെ, എൻ്റെ മാത്രം
ആളല്ല സിനു. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളുണ്ട്. അൻ്റെത് മാത്രമാണ് സിനു എന്നുള്ളത്. ഒരിക്കലും ആ ഒരു ആഗ്രഹിച്ച് മനസ്സിൽ വെക്കണ്ടട്ടാ. ഒരിക്കലും അൻ്റെത് മാത്രമല്ല. എൻ്റെ മോനാണ്, ഷാഹിനാൻ്റെ ഭർത്താവാണ്. അതേപോലെ തന്നെ ഒരു സ്ഥാനം എനിക്ക് ഏറ്റവും അവസാനത്തെ സ്ഥാനം ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ റൂമൊക്കെ ഞാൻ താഴത്തേക്കാക്കിയത്. എനിക്കൊരു പക്ഷേ ഒരു ചിന്താഗതി ഉണ്ട്, എൻ്റെത് മാത്രമാണെന്നുള്ളത്. അതവിടെ മാറ്റി വെച്ചേക്ക്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ആര് പറഞ്ഞു? പിന്നെ എൻ്റെ കാട്ടിക്കൂട്ടിലുണ്ടല്ലോ. അല്ലെങ്കിൽ ഓളവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് പോകാൻ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ സിനുവിന് വിശക്കും. സിനുവിന് വിശക്കും. സിനുവിന് വിശക്കുമ്പോൾ എന്താ എന്നെ കൂടെ പറയിപ്പിക്കണ്ട. ഇത്ര സ്നേഹമുള്ളൊരാളും. സിനുവിന് വിശക്കുന്നുണ്ടെങ്കിലേ അത് ഓനങ്ങോട്ട് സഹിച്ചോളും. ഇജ് അവിടെ പോയി വിളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടൊന്നും വേണ്ട. ഇജ് ആളെ വായിക്കാൻ വലിയ ഉഷാറാ. ഉമ്മ അതല്ല, ഞാൻ എന്നാൽ സിനും കൂടി കഴിച്ചിട്ട് പാത്രം കഴുകി. ഉമ്മയുടെ ശബ്ദം താഴെ നിന്ന് കേൾക്കുന്നു. മുഹ്സിനയുടെയും ചെറുതായിട്ട് കേൾക്കുന്ന സിനാൻ കണ്ണു തുറക്കുന്നു. അല്ല, എന്ത് ഉമ്മാൻ്റെ ശബ്ദമാണല്ലേ കേൾക്കണേ റബ്ബേ. എന്നും ഒരു സമാധാന സുഖമില്ല. അല്ല, ഞാനെവിടെ? പെട്ടെന്നാണ് അവന് മനസ്സിലായത് ഞാൻ മുകളിലുള്ള റൂമിലാണെന്ന്. അവൻ പെട്ടെന്ന് അതാ താഴേക്ക് വന്നു. സുബഹി നിസ്കരിച്ച് അങ്ങ് കിടന്നാണ്. അവൻ കോണിയിറങ്ങി താഴേക്ക് വരുമ്പോൾ ഉമ്മ, അല്ല സിനാനെ, അവൻ്റെ ഉറക്കം തെളിഞ്ഞോ? അവൻ വേഗം ഫ്രഷായി അതാ അവിടെ അടുക്കളയിൽ ചെന്നിരിക്കുന്നു. മുഹ്സിനെ വേഗം പോയി ഭക്ഷണം എടുത്തു കൊടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമ്മ, ഭക്ഷണം എടുത്തു കൊടുക്കലും പാത്രം മോറലും അതൊക്കെ ചെയ്തോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഓൻ്റെ റൂമൊക്കെ പോയിട്ടുള്ള ഒരു കൊഞ്ചലും കൊയ്യലുണ്ടല്ലോ, അത് വേണ്ടട്ടാ. ഉമ്മ അത് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. അടുക്കളയിലിരുന്ന സിനുവിന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് വെച്ച് തരാം. ഹേയ് വേണ്ട വേണ്ടേ, നീ അടുക്കളയിലാകുമ്പോൾ പിന്നെ എന്തിനാ എനിക്ക് ഡൈനിങ് ഹാള്? സിനുവിൻ്റെ ആ ഒരു വാക്ക് കേട്ട് മുഹ്സിനെ ശരിക്കും ഞെട്ടി. റബ്ബേ, ഉമ്മ പറഞ്ഞതെങ്ങനെ കേട്ടോ ആവോ. ഒരു പ്ലേറ്റ് കൂടെ അവൻ എക്സ്ട്രാ എടുത്ത് വെച്ചു. കഴിക്ക്. നീ കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ കഴിക്കാതെ ഇല്ല, ഞാൻ കഴിക്കാതെ എൻ്റെ പെണ്ണ് കഴിക്കാറില്ല. അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പോഴായിട്ട് അതിനൊരു മാറ്റവും വന്നിട്ടില്ല. സത്യം പറയടി, കഴിച്ചില്ലല്ലോ. അവൾ മൗനം പാലിച്ചു. എനിക്കറിയാമല്ലോ. സിനാൻ തന്നെ അവളുടെ പാത്രത്തിലേക്ക് ദോശയും കറിയും ഒഴിച്ചു കൊടുത്തു. ദാ കഴിക്ക്. ചായയും ഒഴിച്ചു കൊടുത്തു. എന്നാൽ ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു, മറ്റാരുമല്ല, ഉമ്മ. എൻ്റെ റബ്ബേ, എന്തൊരു ചെറ്റത്തരാണ് ഈ ചെക്കന് കാട്ടണത്. ഓളെ തീറ്റി പോറ്റുകയാണിപ്പോൾ. സിനാൻ അല്ല, ഈ കഴിക്കണില്ലല്ലോ. എന്ത് ഓളെ വിളമ്പി ഉണ്ടാക്കി കൊടുക്കണേ? തിന്ന്. ഞങ്ങളെ പഴയ കാലത്തൊക്കെ ആണുങ്ങൾ കഴിച്ചിട്ട് ബാക്കി പെണ്ണുങ്ങൾ കഴിക്കുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നല്ല, ഒപ്പം ഇരിക്കണം. സിനാന് സത്യം പറഞ്ഞ സങ്കടവും ദേഷ്യം ഒരുമിച്ച് വന്നു. അല്ലുമ്മ, അപ്പോൾ ഇവിടെ പെണ്ണുങ്ങളൊന്നും ആദ്യം കഴിച്ചില്ലേ? അവൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് ഒന്നും മിണ്ടാറുണ്ടായിരുന്നില്ല. ചെക്കനിപ്പോൾ തട്ടുത്തരം പറഞ്ഞു തുടങ്ങിക്കണം. ഓരേ പോലെയാണ് ഞങ്ങൾ. ഓളെന്ന് വെച്ചാൽ അവൾക്ക് ഇവിടെ വേലക്കാരത്തിൻ്റെ റോളാണ്. മറ്റോള് പറഞ്ഞാൽ ഇവിടെ തറവാട്ട് പറഞ്ഞ മരുവളാണ്. ചോദിക്കൊണ്ടൊരു ചോദ്യം. ഷാഹിന, ഉമ്മ അവളെ സ്നേഹത്തോടെ വിളിക്കുന്നു. എന്തുമ്മ? മോളെ കുളിച്ച് ഫ്രഷാക്, കല്യാണത്തിന് പോകാനായില്ലേ? പണിയും കാര്യങ്ങളൊക്കെ ഓളെടുത്തോളൂ, ചെയ്യാൻ നിൽക്കണ്ട. ഓള് ചായ കഴിഞ്ഞിട്ടേ ബാക്കി അടിച്ചോലും തുടക്കലേ കഴിച്ചോളൂ. തിരുമ്പാളുള്ളത് വേണമെങ്കിൽ മെഷീൻ കണ്ടിട്ടാളാം, അല്ലേ പിന്നെ ഓളാണ് തിരുമ്പിക്കോളും. ആ കൂട്ടത്തിൽ കണ്ടുകൊടുത്താളാം. ഓളെല്ലാം പുറത്തുനിന്ന് നല്ലോണം അടിച്ച് തിരുമ്പി വൃത്തിയാക്കി ഉണക്കി തരും. പിന്നെ എല്ലാവരും മടക്കി കൊണ്ടുവന്ന് എല്ലാ റൂമിലും വെച്ചിരും. അങ്ങോട്ട് ഇട്ടുകൊടുത്താളാ. വേഗം പോയി കുളിച്ചോ. ഷാഹിനക്ക് അതിന് വല്ലാതെ അങ്ങ് തോന്നിയില്ല. എന്നാലും ഈ കണ്ട പണിയൊക്കെ ഒറ്റക്ക്. ഇങ്ങോട്ട് താ കുട്ടി എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് ഉമ്മ അവളെയും ഒന്ന് ഞെട്ടിച്ചു. അവൾ പേടിച്ച് ഡ്രസ്സ് കൊടുത്തു. തിരുമ്പാനുള്ള കൂട്ടത്തേക്ക് ഉമ്മ ഇട്ടുകൊടുത്തു. സിനാൻ അവളെ സ്നേഹത്തോടെ ചായ ഒഴിച്ചു കൊടുക്കുന്നു, അപ്പം ഇട്ട് കൊടുക്കുന്നു. വേണ്ട, മതി, വയറ് നിറഞ്ഞു. നിനക്ക് ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കണം കേട്ടോ. സിനാൻ തന്നെ അവൻ്റെ പാത്രം കൊണ്ടുപോയി കഴുകി വെച്ചു. ഇങ്ങ് തരൂ, ഞാൻ കഴുകി വെച്ചോളാം. അല്ലെങ്കിൽ നിനക്ക് മല മറിക്കുന്ന പണിയുണ്ടല്ലോ ഇവിടെ. അവൾ പെട്ടെന്ന് തന്നെ ചൂലെടുത്ത് മുറ്റമടിക്കാൻ ഇറങ്ങി.
ഒരുപാട് ഇലകളുണ്ട്, അതെല്ലാം കൂടി കിടക്കുന്നുണ്ട്. ഒരുപാട് നേരം വൈകി, വെയിൽ ഉദിച്ചു. ഹോ, ഇനിയിപ്പോൾ ക്ഷീണമായിരിക്കും എല്ലാം കൂടി. വീടിൻ്റെ ചുറ്റുഭാഗം ഒന്നായിട്ട് അതാ അവർ വൃത്തിയാക്കുന്നു. എന്നാൽ സിനാൻ ഒരു ബ്രഷും എടുത്ത് ഒരു ഭാഗത്തു കൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മ കാണാതെ. ഉമ്മ കണ്ടാൽ ചീത്ത പറയും, അത് ഉറപ്പാണ്. മുഹ്സിന, ഉമ്മയുടെ വിളി. വേഗം പെട്ടെന്ന് പണി കഴിച്ചൊരു കുട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് അവൾ മുറ്റമടിക്കലും വാരലും അകമടിക്കലും തുടക്കലും. പിന്നെ നല്ലോണം തുടച്ചാളാ, മോൾക്കൊന്നാണ്ട് പോയി കാണാൻ തുടച്ചാളാ. ഇപ്പം 2 ദിവസമായില്ലേ അവിടെ, നല്ല അങ്ങോട്ട് തട്ടിക്കൊട്ടി അടിച്ചൊരു പോര്. അപ്പോഴേക്കും ഷാഹിനെ മാറ്റി ഉമ്മയും മാറ്റിയിരുന്നു. കഴിഞ്ഞില്ല ഇവിടെ പണി. ഇപ്പോഴും എന്തിനിപ്പോൾക്ക് ഇത്ര തോനെ ഇവിടെ പണി? അതൊക്കെ ഇത്ര വലിയ പണിയാണോ? ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് മുഹ്സിന ശരിക്കും ഞെട്ടി. ഉമ്മ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ഞാനൊന്ന് ഇപ്പോൾ വരാം. എൻ്റെ കുളിയും നനയും കഴിയുമ്പോഴത്തിനേ അവിടെ ചോറ് കഴിയും. ഇജ് ആക്കം പോലെ അങ്ങനെ പോര്, ഞങ്ങളങ്ങനെ നടക്കട്ടെ ട്ടാ. സിനാനെ വണ്ടി എടുക്കടാ, ഉമ്മയുടെ ആജ്ഞ. ഉമ്മ, കല്യാണത്തിന് വരാനേ ഞാനില്ല. അതെന്താ? അന്നയും എൻ്റെ പുതിയ പെണ്ണുങ്ങളെ കാണ്ടിയത് എല്ലാവർക്കും, അല്ലാതെ പയോളല്ല. അതുകൊണ്ടായിരിക്കും ഈ പിന്നോട്ട് നിൽക്കുന്നത്. അങ്ങനെ പെൺകോന്തനാവരുത് കേട്ടോ. ഓളോളെ തുടക്കൽ എന്തൊക്കെ കഴിഞ്ഞ് എത്ര സമയം ഉണ്ടേന്. കുറച്ച് ആക്കുമ്പോൾ ഓൾക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യേണ്ടതൊക്കെ. ഉമ്മ, ഈ വീട്ടിലെ പണി എല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് എടുത്തിരുന്നെങ്കിൽ അവൾക്കും പോരാമായിരുന്നു കല്യാണത്തിന്. നിങ്ങൾ ചെയ്തത് ശരിക്കും ചെറ്റത്തിലായിപ്പോയി. അല്ലെങ്കിൽ ഈ ഓളെ ഭാഗ്യം എപ്പോഴും പറയുള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. ഷാഹിന, മോള് നടക്ക്. വണ്ടി ഓൻ്റെ കാറ് കിട്ടില്ല, ഇപ്പാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഉപ്പ കടയ്ക്ക് പോയും ചെയ്തേക്കണേ. നോക്കി ഒന്ന് ഇങ്ങോട്ട് വന്നാണി, കല്യാണത്തിന് പോകണം. അപ്പോൾ ഞാനില്ലാന്ന് പറഞ്ഞില്ലേ, ഞാൻ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട്. സിനാനെ കൂട്ടി പോയിക്കോ. സിനാന് ഓളെ പിന്നാലെ നടക്കല്ലേ. ആരെ? മുഹ്സിനാൻ്റെ. ഓൻ്റെ ഒരുക്കം കഴിഞ്ഞിട്ടോ. ഒരുമിച്ച് പോയാൽ മതി, സമയമായിട്ടൊന്നുമില്ലല്ലോ. മുഹ്സിയുടെ ഇപ്പോൾ മുഹ്സി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പാണ് പോയിക്കണത്. ഞങ്ങൾ എത്ര നേരമായി മാറ്റിയൊരുങ്ങി നിൽക്കണത്. അതെന്താ ഓളിത്ര വൈകിയത്? പറ, എന്തത്ര വൈകിയത്? വൈകിയത് എന്താ? ഓളെ പണി ആക്കും പോലെയാണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പീഡുള്ളവർക്കൊന്നും എടുത്തുകൂടായിരുന്നോ പണി? ഒരാളെ മാത്രം നിങ്ങൾ കാത്തു വെച്ചു. ആ കുട്ടീനെ ബുദ്ധിമുട്ടാക്കലല്ലാതെ നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ 2 പേരും കൊണ്ട് പോയിക്കോളൂ കല്യാണത്തിന്. തൽക്കാലം ഞാൻ അല്ല. ഉമ്മാക്ക് വാശിയും ദേഷ്യവും കൂടി. ഉമ്മ പെട്ടെന്ന്, സിനാനെ ഈ വരുന്നുണ്ടോ ഇല്ലേ? ഉമ്മ, ഓള് കുളിച്ച് കഴിയട്ടെ, ഓള് കുളിച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. അല്ലാതെ ഒരാൾ. എന്നാലേ നിങ്ങളാക്കം പോലെ അങ്ങോട്ട് പോരെ. ഞാനേ വണ്ടി വേറെ കിട്ടുമെന്ന് നോക്കട്ടെ. ഡ്രൈവിങ് പഠിച്ചില്ല, അതപ്പോൾ എനിക്കുള്ള നഷ്ടം ഉണ്ടായത്. മോള് ഷാഹിയെ ഞാൻ ഒരു ഓട്ടോയ്ക്ക് വിളിക്കട്ടെ. അയ്യേ, ഓട്ടോക്കോ? ഞാനോ? ഓട്ടോയിലൊന്നും ഞാൻ കയറാറില്ല. എന്നാൽ പിന്നെ കാറ് വിളിക്കടേ. ഉമ്മാക്ക് ദേഷ്യം കൂടി. ഉമ്മ, ഞാൻ പറഞ്ഞല്ലോ മുഹ്സി കുളിച്ച് കഴിയട്ടെ, ഒരുമിച്ച് പോവാന്ന്. പെട്ടെന്ന് പാവം മുഹ്സിന അതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അല്ല, നേരെ വൈകിയോ? കാത്തുനിന്ന് എത്ര നേരെ മാറ്റി പിടിച്ച് നിൽക്കണേ. ഇജ്ജ് മാറ്റണ്ട, ഈ കോലത്തിനോട് പോര്, അതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ കൂടെ അങ്ങനെ ഒപ്പം നിൽക്കണ്ട കേട്ടോ. എനിക്ക് എൻ്റെ മരോളെ കാട്ടിക്കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ട് ഇവിടെ. കുറച്ചെന്നെ വിട്ട് നിന്നോണ്ടി, ഒപ്പം അങ്ങനെ ചാരികൊണ്ട് നടക്കണ്ട. അവളുടെ മുഖം വല്ലാതെയായി, കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ സിനാൻ അത് കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സിനാൻ്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും പറയാൻ ഉമ്മക്ക് ഇഷ്ടമല്ല. കാരണം അതിനനുസരിച്ചുള്ള മറുപടി അവൻ നൽകി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി ഒന്നായിട്ട് ഭാര്യ പൊത്താനും ചെയ്യാൻ നിൽക്കാണ്ടവ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോര്. ഉമ്മ ദേഷ്യത്തോടെ അവളോട്. സിനാനെ, ദാ ഓളെ മാറ്റിൽ കഴിഞ്ഞു, ഇങ്ങോട്ട് പോകാൻ കഴിഞ്ഞോ? മുഹ്സി, ഈ ഡ്രസ്സാണ് ഇടുന്നത്, മറ്റേ ഡ്രസ്സ് എടുക്കും പെണ്ണേ. നമ്മളന്ന് ടൂറ് പോയപ്പോൾ എടുത്തേ ആ ഡ്രസ്സ്. അല്ല, അവൾ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. കാരണം അഥവാ ആ ഒരു ഡ്രസ്സ് എടുത്തു വന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ചീത്ത പറയും, ഉറപ്പാണ്. അത് വേണ്ട എന്ന രീതിയിൽ അവൾ പറഞ്ഞു. നിനക്കിഷ്ടമുള്ള ഇട്. അങ്ങനെ ഏതാ ശരിക്കൊന്ന് മുടിയൊന്ന് വാരുകയോ ഒന്ന് മുഖമൊന്ന് മെനിക്കുകയോ ചെയ്യാതെ മുഹ്സിന നല്ല രീതിയിൽ ഹിജാബ് അണിഞ്ഞുകൊണ്ട് അവൾ അതാ വാഹനത്തിനടുത്തേക്ക് വരുന്നു. സിനാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കല്യാണ വീട്ടിലേക്ക് നേരെ അതാ അവർ പോകുന്നു. ഉമ്മ അവിടെ എത്തോളം പിരാഗി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം എത്രയായി? കല്യാണത്തിന് പോകുമ്പോൾ കുറച്ച് നേരത്തെയും കാലത്തും പോകണ്ടേ? ഇതിപ്പോൾ എന്താ
എപ്പോഴെങ്കിലും എണീക്ക് അടുപ്പത്തേക്ക് വരിക, വെച്ചുണ്ടാക്കുക, ബാക്കിയുള്ള പണി. ആ ദിവസങ്ങളിൽ ഒന്നും നേരത്തെ കാലത്തെ ഉമ്മ ഞാൻ നേരത്തെ കടിയൊക്കെ ഉണ്ടാക്കിയല്ലോ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ. പിന്നെ എല്ലാവരും ചായ കുടിക്കാൻ നേരം വൈകിയതല്ലേ. മുഹ്സിന ചിലക്കണ്ട, എനിക്കറിയാം എന്താന്നുള്ളത്. കുറച്ചൊക്കെ നേരത്തെയും കാലത്തെയും ഒന്ന് ഒരുങ്ങിയെങ്കിൽ തന്നെ പിന്നെ അങ്ങ് സ്പീഡിൻ്റെ കാര്യം പറ്റ കുറവാണ്. ഒന്നങ്ങോട്ട് സ്പീഡ് കൂട്ടിയെടുക്കാൻ ഞാൻ ശരിയാവില്ല കേട്ടോ. സിനാൻ ക്ഷമിച്ച് സഹിച്ച് ആ കാർ ഓടിക്കുകയാണ്. ഒരക്ഷരം അവൻ മിണ്ടിയില്ല. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അവൻ കരുതി. തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇത്രയധികം പറയുന്നു. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടും മുഹ്സിനക്ക് ഒരു സുഖവും സമാധാനവുമില്ല എന്ന് അതാ അവൻ മനസ്സിലാക്കി തുടങ്ങുന്നു. റബ്ബേ, കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ആ ഓഡിറ്റോറിയത്തിൽ എത്തുന്നു. എല്ലാവരും അവരുടെ 2 മരുമക്കളെയും കാണുവാൻ വേണ്ടി കാത്തിരിക്കണം. അതാ വരണേ, അതാണ് പുതിയാപ്പിള ചെക്കൻ. ആ ഓൻ്റെ പേര് സിനാനെ. ഓൻ്റെ 2 ഭാര്യമാരാണത് അപ്പുറം ഇപ്പുറം വരുന്നത്. അത് റഷീദും ഉമ്മ. ആദ്യത്തെ മരുവള് ഏതാണ്? ആ ചെറുതായിരിക്കും. അല്ലല്ല, അതും അതന്നെ, അതാണ് മൂത്തത് അത്ര തടിയൊന്നും ഇല്ലാത്ത ആ ഒരു പെണ്ണ്. മറ്റേ കുറച്ച് തടിയുള്ള പെണ്ണ് രണ്ടാമത്തോള്. റഷീദുമ്മാൻ്റെ ഒരു ആഗ്രഹമായിരുന്നില്ലേ മനസ്സത്ത്. ഓളെ ആഗ്രഹം എന്ന് വെച്ചാൽ വല്ലാത്ത ആഗ്രഹം തന്നെയാണ്. പക്ഷെ ആണുങ്ങൾക്കാണ് ഇതിൻ്റെ ഇടങ്ങാറേ. ആണുങ്ങളിപ്പോൾ ഇതിങ്ങനെ ഒരേപോലെ കൊണ്ട് നടക്കണ്ടേ. ആ കുട്ടി കഷ്ടപ്പാടുകൊണ്ട് കെട്ടിയതാ തോന്നുന്നുണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും ചർച്ചകളും അതായിരുന്നു. ഷാഹിനിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഉമ്മ നടക്കുന്നത്. എല്ലാവരോടും ഇതാണ് പുതിയ മരുവള്. വലിയ തറവാട്ടുകാരൊക്കെ ഉണ്ട് പേരിട്ട്. ജന്മിമാരുണ്ടല്ലോ പണ്ടത്തെ. ഓലെ ഇതിൽ പെട്ടതാണ്. നമുക്ക് കിട്ടേണ്ടതൊന്നല്ലത്. ഇതൊക്കെ എത്രയോ വലിയ വലിയ വീട്ടിലേക്ക് പോകേണ്ടതാണ്. അതിനെന്ത് താത്ത, ഇങ്ങൾക്കും വലിയ വീടും കാര്യങ്ങളും സ്ഥലമൊക്കെ ഇല്ലേ? എന്നാലും ഇവർ പണ്ടൊക്കെ ഉള്ളവരാണേ. ജന്മിമാരൊക്കെ ആകുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ എന്നാലും ഞാൻ കൊണ്ട് നടക്കുകയാണ്. എന്നാൽ മുഹ്സിനെക്കുറിച്ച് ഒരു വാക്ക് പറയുകയോ അവളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും മുൻപന്തിയിൽ ഷാഹിനയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നടക്കുന്നു. മോളെ വാ, ഭക്ഷണത്തിന് വാ. മുഹ്സിനയെ ഉമ്മ മൈൻഡ് ചെയ്യുന്നേയില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് വിഷമമായി. സിനാനാണെങ്കിൽ ആണുങ്ങളുടെ ആ ഒരു ഭാഗത്തേക്ക് പോയും ചെയ്തിട്ടുണ്ട്. അവൾ പിന്നിൽ നടക്കുന്നു. പേടിച്ച് ഉമ്മ ഒരിക്കൽ കൂടി പറഞ്ഞു, പിന്നെ ഷാഹിന് മുന്നിൽ നിന്നോട്ടോ, ഈ ബാക്കിൽ നിന്നോ. ഉമ്മയുടെ ആ ഒരു വാക്ക് അവളുടെ ഹൃദയത്തെ തുളച്ചു കയറുന്ന പോലെ അവൾക്ക് തോന്നി. എൻ്റെ റബ്ബേ, എന്നാലും വേണ്ടിയില്ല, സിനാൻ്റെ സ്നേഹം ഉണ്ടല്ലോ എനിക്ക്, അത് മതി. അപ്പോൾ തന്നെ അതാ 2 സീറ്റ് ഭക്ഷണത്തിൻ്റെത് ഒഴിഞ്ഞു. 2 ആൾക്ക് ഇരിക്കാട്ടോ. നിങ്ങളെ മരുമക്കൾ ഇരിക്കുന്നോളി, അല്ലേ നിങ്ങളിരുന്നോളി. വാ മോളെ ഷാഹിന, വാടി, നമുക്ക് 2 പേർക്ക് ഇരിക്കാം. അങ്ങനെ അതാ ഷാഹിനയും ഉമ്മയും കിട്ടിയ സീറ്റിൽ ഇരിക്കുന്നു. ഷാഹിന പറഞ്ഞു, വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം. അല്ല, അത് പറ്റില്ല, മോളിരിക്ക്. മുഹ്സിനക്ക് മാത്രം സീറ്റില്ല. കുറച്ചപ്പുറത്തായിട്ട് സീറ്റുകൾ ഒഴിഞ്ഞപ്പോൾ അവളെ അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ അവൾക്ക് ആകെ വിഷമായി. ഒറ്റയ്ക്ക് പരിചയമില്ലാത്ത അവരുടെ ഇടയിൽ ഇരിക്കുന്ന ആ ഒരവസ്ഥ. അവൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ അടുക്കൽ വന്ന് ഒരു സീറ്റിൽ ഒരാൾ വന്നിരുന്നു. അപ്പോഴാണ് മുഖത്തേക്ക് നോക്കിയത്. റബ്ബേ, എല്ലാം ഞാൻ കാണുന്നുണ്ട് പെണ്ണേ. എന്താ, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതെന്താ? എങ്ങനെ കഴിക്കാൻ? നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ, അതല്ലേ നല്ലത്. സിനാനും മുഹ്സിനെയും ഒരുമിച്ച് തന്നെ അവിടെ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ അവിടെ ഉമ്മയുടെ അടുക്കൽ ആരോ വന്ന് പറഞ്ഞു, നിങ്ങളെ ആദ്യത്തെ മരുവളും മോനും ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇത് ചെറുതാണല്ലേ? ആര്? എൻ്റെ മോനോ? ഓനെവിടെ? അതാ 2 പേരും അവിടെ ഇരിക്കുന്നു. ഉമ്മ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നോക്കി. പഠിച്ചോനെ, ഈ ചെക്കനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഷാഹിന, ഈ അവിടെ പോയിരിക്കുവോ? ഇപ്പോഴോ? ഈ ചോറ് പകുതി മുക്കാലായിട്ട് ഈ പ്ലേറ്റും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ഷാഹിന, ഈ അങ്ങോട്ട് പോയിരിക്കാൻ പറ്റുമെന്നുണ്ട് ചെയ്യേ. വേണ്ട, അല്ലാ, ഞാൻ അവിടെ പോയിരിക്കുക. അവർ ഭക്ഷണം കഴിച്ചോട്ടെ, അതിനെന്താ? ഉമ്മാക്ക് ആകെ ദേഷ്യം പിടിച്ചു. ഉമ്മാക്കാണ് വലിയ കുറുമ്പ്. സിനാനും മുഹ്സിനെയും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഉമ്മക്ക് ദേഷ്യം കയറി. കാണാത്ത മാതിരിയാണ് 2 കൂടി കാട്ടുന്നു കണ്ടാൽ. ഇവളുടെ കൂടെ ഇരിക്കണതിനെ കുറിച്ചോ ഒന്നും ഓനൊരു
ചിന്ത തന്നെ ഇല്ല. എപ്പോഴും മുഷി മുഷി എന്ന് പറഞ്ഞ് ഓളെ പിന്നാലെ നടക്കാൻ തിരക്കണില്ല. കോന്തൻ ഒരു പെൺകോന്തൻ തന്നെയാണ് എൻ്റെ മോനെ. ഞാൻ പെറ്റുപോയി. അല്ലെങ്കിലുണ്ടല്ലോ. ഉമ്മ ദേഷ്യം പിടിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. ഉമ്മ ചോറ് മതിയോ? എന്നെ എണീറ്റൂടെ? മരുമകളുടെ ആ ഒരു സംസാരം. മതി, മതിയായി, പൂതി കിട്ടും. എന്തേ? ഒന്നുമില്ല, നടക്കം കെട്ട് കയ്യകാൻ. അവർ രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകാൻ പോയപ്പോഴും മുഹ്സിനയും സിനാനും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഉമ്മ അവരെ ഇണം കണ്ണിട്ട് നോക്കി. എന്താ ചിരിയും വർത്താനും കളിയും. ഓർക്കും ഇങ്ങോട്ട് പൂതി കഴിയണില്ല വർത്താനം പറഞ്ഞിട്ട്. എന്താന്നാ പോലും ഇങ്ങനെ ഇങ്ങോട്ട് ഇത്രമാത്രം പറഞ്ഞ് കൂട്ടിണ്ടാക്കണം. എൻ്റെ കുറ്റം പറയായിരിക്കും. അല്ല എന്താ, മാപ്പിൾക്കും പെണ്ണുങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇറ്റങ്ങൾ ഞാൻ വേർപ്പെടുത്താൻ വിചാരിച്ചിട്ട് ഇവർ പിന്നെയും ഒട്ടിക്കൊണ്ട് നിൽക്കന്നെ. പടച്ചോനെ, ഇനി കുട്ടിയൊന്നും ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു. മറ്റേതന്നെ ഞാൻ നിങ്ങൾ ഒഴിവാക്കിപ്പിച്ചാണ്. ഇനിയിപ്പോൾ വല്ലാത്തൊരു പുതുമായിപ്പോയി. ഇത് പിന്നെ അടുക്കന്നെ തോന്നുന്നുണ്ട്. എനിക്ക് ഇഷ്ടം തന്നെ ഇല്ല, സമ്മതിക്കൂല ഓലെ ജീവിക്കാൻ. കൊണ്ട് ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു. വീട്ടിലെ പണിക്ക് വേറെ ആളെ വെച്ചാലും മതിയായിരുന്നു. എന്താണിത്, കാണാൻ കഴിയൂലത്. ഉമ്മ ദേഷ്യം പിടിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. വീട്ടിൽ കണ്ട് എത്തട്ടെ, ഓനെ കാട്ടിക്കൊടുക്കാം. രണ്ട് വർത്താനം പറയാണ്ട് പോകാനോ അതിൽ ഇവനക്ക്. ഇവനല്ലേ കുറച്ച് ദിവസത്തിന് വന്നതൊക്കെ പറഞ്ഞിനോ. ഇപ്പോൾ പോകണമില്ലേ? ഇവിടെ അങ്ങനെ ഓളെ ഒട്ടിക്കൂടുക. എന്നാന്നാവ ഇനിയിപ്പോൾ പള്ളിയിലൊക്കെ ആകുക. എന്നാൽ പിന്നെ പറയും വേണ്ടിവരില്ല. ആൾക്കാരെ മുഖത്തേക്ക് നോക്കേണ്ടി വരില്ല. ഇതിപ്പോൾ രണ്ടെണ്ണം കെട്ടിയിട്ടിപ്പോൾ ആദ്യത്തോൾക്കാൾ ഉണ്ടായതെന്നുള്ള ഒരു പരിഹാസം ഞാൻ കേൾക്കേണ്ടി വരും. സിനാന് നാണല്ലല്ലോ ഓളെ കൂടെ ഇങ്ങനെ ഒട്ടി നടക്കാൻ. ഉമ്മ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. എന്താ താത്ത? പെട്ടെന്നൊരാൾ അവളുടെ അടുക്കളയ്ക്ക് വന്നു. ഒന്നുമില്ലടി. അല്ല, ഇതിപ്പോൾ നിങ്ങൾ മരുക്കളെ എവിടെ? രണ്ടാൾ. ഒരാളതാ അവിടെ. ഇവള് പുതിയത്. ശരി. അതെന്തേ ഓള്? സിനുവിൻ്റെ കൂടെ ചോറുന്നാണല്ലേ? ഓല് ഭയങ്കര സ്നേഹാലേ എപ്പോഴും. ആ ഒരു വാക്ക് കേട്ട് ഉമ്മാക്ക് ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളാൻ തോന്നി. സിനാനെ, മുഹ്സിന, നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കൂല. എന്താ നിങ്ങളൊരു പൗറും പത്രാസും? രണ്ടാളും കൊണ്ട് ഒത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ കാട്ടിക്കൂട്ടിയോ പറയാൻ പറ്റില്ല. അത് ഞാൻ വൈകാതെ ഞങ്ങൾ വേർപ്പെടുത്തി തരാം. മാണ്ട ഇവിടെ ഒരു വേലക്കാരത്തി അതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക്. കണ്ടു നേരെ കണ്ടുകൂടാ. അറബിത്തള്ള പറ്റിച്ചതല്ലേ. പാവപ്പെട്ട, അത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, പേരും പ്രശസ്തി ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന്, ഒരു ചെറ്റ കുടിലായിരുന്നു ഓള്. അറബിത്തള്ളൻ്റെ ഔദാര്യം കൊണ്ട് എടുത്തു കൊടുത്തൊരു വാർപ്പിൻ്റെ വീടൊക്കെ. എന്നിട്ടിപ്പോൾ ഓളേ ഇത് ഇങ്ങോട്ട് ആക്കിയിരിക്കണതള്ള. എന്താന്നില്ലേ, ഇവിടെ എന്താ പറ്റ പാവങ്ങളി മിസ്കീന്മാരൊക്കെ കെട്ടി വലിച്ച് ഏൽക്കുന്ന സ്ഥലമോ അതാ തോന്നുന്നുണ്ട്. എൻ്റെ സിനാനാണെങ്കിൽ ഓളാണ്ട് കിട്ടിയാലും മതി. എന്താ ജീവന്, അത്രക്കും വലിയൊരു ജീവൻ ഓൾ തമ്മിലില്ല. സിനാനെ, ഉമ്മാൻ്റെ കുട്ടിയുമെന്ന് വല്ലാതെ നേടൂല. അതൊക്കെ ഞാൻ ഒഴിവാക്കിപ്പിച്ച് തരാം. ഒന്നും എനിക്ക് കിട്ടൂല. എൻ്റെ പൂതി ഇപ്പോഴും മുഹ്സിന എന്നുള്ള ഓളെ ബാക്കിൽ കൂടെ എടുക്കാൻ ഒഴിവുള്ളൂ. പരീക്ക് അങ്ങോട്ട് എത്തട്ടെ, രണ്ട് വർത്താനം പറയാണ്ട്. സിനാനും മുഹ്സിനയും ഒരുമിച്ച് ജീവിക്കുന്നത് ഉമ്മാക്ക് ഇഷ്ടമേ അല്ല. ഒരിക്കലും അവർ ജീവിക്കരുത് എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വീട്ടിൽ വേലക്കാരി ഇല്ലെങ്കിലും വേണ്ടിയില്ല. സിനാനെ മുഹ്സിനയും തമ്മിലുള്ള ആ ഒരു സ്നേഹം ഇല്ലാതാക്കണം. ഒന്നുകിൽ മുഹ്സിന അല്ലെങ്കിൽ സിനാന്, അല്ലാതെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസരം ഉണ്ടാവരുത്. ഉമ്മ മനസ്സിൽ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.